ഇടതുമുന്നണിക്ക് തലവേദനയായി ഘടകകക്ഷികളുടെ രാജ്യസഭാ സീറ്റ് തർക്കം. സിപിഐയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ഒഴിവ് വരുന്ന സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചു. പ്രധാന നേതാക്കൾ പ്രതിനിധീകരിക്കുന്ന സീറ്റുകൾ വിട്ടു നൽകാനാകില്ലെന്ന നിലപാടിലാണ് രണ്ടു പാർട്ടികളും. ജൂലൈയിൽ ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 എണ്ണമാണ് ഇടതുമുന്നണിക്ക് ലഭിക്കുക. അതിലൊരെണ്ണം CPIM തന്നെ കൈവശം വയ്ക്കാനാണ് സാധ്യതകളേറെയും. ശേഷിക്കുന്ന ഒരു സീറ്റ് ആർക്ക് നൽകുമെന്നതിലാണ് ആശയക്കുഴപ്പം. CPIയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ഒരുപോലെ ഈ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. മുന്നണിയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള ധാരണ പ്രകാരം സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. എന്നാൽ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് എടുത്തപ്പോൾ അവർക്കു വേണ്ടി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്ന് CPI നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. തങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ആർക്കുവേണ്ടിയും ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു. ഇരുകൂട്ടരും തങ്ങളുടെ നിലപാട് ഇടതുമുന്നണി നേതൃത്വത്തെ അറിയിക്കും. പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് CPIM നേതൃത്വം നേരിടുന്ന വെല്ലുവിളി. ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള സാധ്യത പക്ഷേ നന്നേ കുറവാണ്. കേവലം രാജ്യസഭാ സീറ്റിലെ പ്രാതിനിധ്യം എന്നതിനപ്പുറം ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷി ആരെന്നുള്ള ബലാബല പരീക്ഷണം കൂടിയാണ് CPIക്കും കേരള കോൺഗ്രസിനും രാജ്യസഭാ സീറ്റിലെ അവകാശവാദം. ഘടകകക്ഷികൾക്കിടയിൽ തർക്കമൊഴിവാക്കി പ്രശ്നപരിഹാരത്തിന് എന്തു ഫോർമുല മുന്നണി നേതൃത്വം കണ്ടെത്തുമെന്നുള്ളതും ഏറെ പ്രധാനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റ് നിർണയത്തിൽ നിർണായകമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.